നിറം മാറുന്ന ഇലകൾ. പൂക്കളേക്കാൾ ഭംഗിയുണ്ടാവോ ഇലകൾക്ക്? ഉണ്ടാവും. അതറിയാമോ? മേപ്പിൾ ഇലകളുടെ പച്ച നിറം മാറും. ഒക്ടോബർ മാസത്തിലാണ് ഈ പ്രതിഭാസം. വടക്കേ അമേരിക്കയിൽ ഫാൾ സീസൺ എന്നാണ് ഈ സമയത്തിന് പറയുന്നത്. ഈ ഇലകളുടെ നിറങ്ങൾ കാണാൻ മാത്രം ഉപ്പ ഗ്രാമങ്ങളിലൂടെ വണ്ടി ഓടിച്ചു പോകും, ഫോട്ടോയും എടുക്കും. ഒരു മാറ്റവുമില്ലാതെ കൃത്യസമയത്ത് തന്നെ പ്രകൃതി നമുക്ക് ഈ നിറമാറ്റം കാണിച്ചു തരും. ഓരോ സ്ഥലത്തും എത്ര ശതമാനം നിറം മാറി എന്നൊക്കെ ന്യൂസിലും പറയാറുണ്ട്. ഈ പ്രതിഭാസം കാണാൻ ടൂറിസ്റ്റുകൾ ധാരാളം വരാറുണ്ട്. അധികവും ഉപ്പാനെ പോലെ ഫോട്ടോഗ്രാഫർമാരും ചിത്രം വരയ്ക്കുന്നവരുമാണ്. വടക്കേ അമേരിക്കയുടെ പ്രത്യേകതയാണ് ഇലകളിൽ കാണുന്ന നിറമാറ്റം. സൂര്യപ്രകാശം കുറഞ്ഞു തുടങ്ങുന്ന ഒക്ടോബർ മാസങ്ങളിലാണ് ഇതുണ്ടാവുന്നത്. ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്നത് ക്ലോറോഫിൽ ആണെന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? സൂര്യപ്രകാശം കുറഞ്ഞാൽ പിന്നെ എങ്ങനെ ക്ലോറോഫിൽ ഉണ്ടാകും? അപ്പോഴായിരിക്കും ഇലകൾ മഞ്ഞയും ഓറഞ്ചും ചുവപ്പും നിറങ്ങളാവുന്നത്. ഇതിന്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഇലകളുടെ ചുവപ്പും ഗോൾഡൻ ഓറഞ്ച് നിറങ്ങൾ കാനഡയിൽ മാത്രമേ കാണൂ. അതുകൊണ്ടാണ് കാനഡയുടെ ഈ സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്നത്. പ്രകൃതി എന്തെല്ലാം മാജിക് കാണിച്ചിട്ടാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലേ? പ്രധാനമായും വിവിധ ഇനം മേപ്പിൾ മരങ്ങളുടെ ഇലകളാണ് കളർ മാറുന്നത്. റോഡിനിരുവശവും പാർക്കുകളിലും ചുവപ്പിന്റെ ഒരു പ്രത്യേക നിറം പടർന്ന ഇലകൾ കൊണ്ട് ആകാശത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ചുവന്ന മേപ്പിൾ വൃക്ഷങ്ങളാണ് അധികവും. പച്ച നിറത്തിൽ നിന്ന് മഞ്ഞയും പിന്നീട് ഓറഞ്ച് നിറത്തിലേക്കും അവസാനം ചുവപ്പിലേക്കും മാറി നിറങ്ങളുടെ വസന്തകാലം തന്നെ തീർക്കുന്നവയാണ് ഷുഗർ മേപ്പിൾ വൃക്ഷങ്ങൾ. ചുവപ്പ് നിറത്തിലേക്ക് മാറിയാൽ പിന്നെ അധിക ദിവസം ഇലകൾ നിൽക്കില്ല, കൊഴിഞ്ഞു തുടങ്ങും. ഇലകളെ കൊഴിക്കാനായി അപ്പോൾ നല്ല കാറ്റും ഉണ്ടാകും. മുള്ളുപോലെയുള്ള പച്ച നിറത്തിലുള്ള ഇലകളുമായി പൈൻ മരങ്ങളുമുണ്ട് ഇതിനിടയിൽ. പൈൻ മരത്തിന്റെ ഇല കൊഴിയില്ലല്ലോ. മഞ്ഞു വീഴുമ്പോഴാണ് പൈൻ മരങ്ങൾക്ക് ഭംഗി. എന്റെ കൂട്ടുകാരൊക്കെ ക്രിസ്മസിന് ഒരു പൈൻ മരം മുറിച്ചാൽ 2 മരം നടും, ഒന്നിനു പകരം 2. എന്നാലും മുറിക്കുമ്പോൾ വിഷമം തന്നെയാണ്. ഓക്ക് മരങ്ങളുടെ ഇലകളും നിറം മാറൂട്ടോ. ഏതിൻ്റെയായാലും മൊത്തത്തിൽ കാണാൻ നല്ല രസമാണ്. ഒൻറ്റാരിയോ, ക്യുബക് എന്നീ പ്രൊവിൻസുകളിലാണ് ഏറ്റവും കൂടുതൽ നിറമാറ്റം കാണുന്നത്. ഈ സമയത്ത് ചില പാർക്കുകളിൽ നല്ല തിരക്കായിരിക്കും. ഓരോ സ്ഥലത്തെ ഇലകൾക്കും ഭംഗിയുണ്ട്. ഇനി കാറ്റടിച്ച് നിലത്ത് കൊഴിഞ്ഞു കിടക്കുന്ന പല നിറത്തിലുള്ള ഇലകളെ കാണാനും ഉമ്മായും ഉപ്പായും പോകും. തലേന്ന് രാത്രി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉപ്പ ക്യാമറയും തൂക്കി ഇറങ്ങിയിട്ടുണ്ടാകും. ഞങ്ങൾ 2 മടിയന്മാരോ പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുളും.